ലോകകപ്പിൽ തോറ്റെങ്കിലും ലയണൽ മെസ്സിയെ തള്ളിപ്പറയാൻ ആരാധകർക്ക് കഴിയുന്നില്ല. അതങ്ങനെ കഴിയുകയില്ല അല്ലേ? അവസാന മിനിറ്റുകളിൽ ഗോളടിക്കുന്ന തന്ത്രത്തിന് കാത്തിരുന്ന അർജന്റീന സമയം പോയത് അറിഞ്ഞില്ല എന്നാണ് സ്പെയിൻ ആരാധകരുടെ പരിഹാസം. ദുബായ് നഗരത്തിൽ നിരവധി ഇടങ്ങളിലാണ് ലോകകപ്പ് ഫൈനൽ കാണാൻ വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നത്. സുരേഷ് വെള്ളിമുറ്റത്തിന്റെ റിപ്പോർട്ട് കാണാം. രാത്രി മുഴുവൻ ഇതായിരുന്നു ദുബായ് നഗരത്തിലെ കാഴ്ച. ഒരു 100 ഇടങ്ങളിൽ ഇത്തരത്തിലുള്ള കാഴ്ച നമുക്ക് കാണാമായിരുന്നു. മത്സരങ്ങൾ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ, മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ പല ഇടങ്ങളിൽ ഇതുപോലെയാണ് സ്പെയിനിന്റെയും അർജന്റീനയുടെയും ആരാധകർ ഒത്തുകൂടിയത്. അവസാനം കളി കഴിയുമ്പോൾ സങ്കടമാണോ സന്തോഷമാണോ? എനിക്ക് സന്തോഷമാണ്. ഞാൻ ജർമ്മനിയാണ്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സങ്കടമുണ്ട്. ഫിഫ ബോയ് അത് മാറി കിട്ടിയല്ലോ. അതെങ്കിലും നിങ്ങൾ സമ്മതിക്കുമല്ലോ. നമ്മള് സ്പെയിൻ നന്നായി കളിച്ചു. നേരത്തെ നമുക്ക് സന്തോഷമേ ഉള്ളൂ. നമ്മളൊക്കെ ഡൈ ഹാർട്ട് അർജന്റീന ഫാനാ. ഇപ്പോഴും അത് അങ്ങനെ തന്നെ ആയിരിക്കും. അല്ലാതെ നമ്മളറിയില്ല. അർജന്റീന അത് ഇത്തരത്തിൽ ആവേശം നല്ല കളിയായിരുന്നു. ഒപ്പത്തിനൊപ്പമുള്ള കളിയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ലാസ്റ്റ് നിമിഷം വരെ 1-0 നിന്നത്. ഈ ജേഴ്സി മാറ്റേണ്ടി വരുമോ? ഇല്ല, ജേഴ്സി ഒരിക്കലും മാറ്റില്ല. ഇന്നത്തെ കളിയിൽ നമ്മൾ ഡിസൈഡ് എന്ന് പറയാനുള്ളൂ. കാരണം അറ്റാക്കിന്റെ ഒരു ഇത് വന്നിട്ടില്ല. ഫുൾ ടൈം അർജന്റീനയുടെ ഭാഗത്തുനിന്ന് ഒരു അറ്റാക്ക് ശരിക്കും വന്നിട്ടില്ല. ഫുള്ള് ഡിഫൻസ് കളിക്കുക. സ്പെയിൻ അത്രക്കും ഡോമിനേറ്റ് ആണ്. സ്പെയിൻ അത്രക്കും ഡോമിനേറ്റ് ചെയ്തിട്ടാണ് കളിച്ചത്. അർജന്റീനക്ക് അവിടെ ഡിഫൻസിൽ നമ്മൾ ഇതുവരെയുള്ള ശാപം ഡിഫൻസ് ആയിരുന്നു. പക്ഷെ ഇന്നലെ അത്രക്കും പെർഫോം ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇതാണ് അവസ്ഥ. വൈകുന്നേരം മുതൽ പുലർച്ചെ വരെ ഇങ്ങനെ ഓരോ ഇടങ്ങളിലും നമുക്ക് കാണാമായിരുന്നു. ദുബായ് കിസൈസിലെ ടി ജംഗ്ഷനിലെ കാഴ്ചയാണ്. തുടക്കം മുതൽ ഫുട്ബോളിന്റെ ലോകകപ്പിന്റെ തുടക്കം മുതൽ ഇവിടെയാണ് നൂറുകണക്കിന് ആളുകൾ ഒത്തുകൂടിയിരുന്ന ഒരു സ്ഥലമാണിത്. അവസാനം ഇവിടെ നിന്ന് പിരിയുമ്പോൾ സങ്കടമുണ്ട്. എന്നാണ് അർജന്റീന ഔട്ടായി. ഇനി സ്പെയിന്റെ യുഗമാണ്. നെറുകെട്ട കളിക്കുള്ള മറുപടിയാണിത്. ലാസ്റ്റ് മൊമെന്റിൽ ഗോൾ അടിക്കാന്ന് വിചാരിച്ച് കാത്തുന്നത്, പക്ഷെ സമയം പോയത് മറന്നുപോയി. ഓ ബൈ ബൈ. ഏതായാലും എല്ലാവരും വലിയ സന്തോഷത്തോടു കൂടി, സങ്കടമുണ്ട് അർജന്റീനന്റെ ആരാധകർക്ക്, പക്ഷേ സന്തോഷത്തോടു കൂടിയാണ് സൗഹൃദമൊക്കെ പങ്കുവെച്ച് ഇവിടെ നിന്നും പിരിഞ്ഞു പോകുന്നത്. ദുബായിൽ നിന്നും സുരേഷ് വെള്ളിമുറ്റം, മാതൃഭൂമി.